ഹായ് മൈ വ്യൂവേഴ്സ്, ഒരിക്കൽ കൂടി എൻ്റെ ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് മന്തി റൈസാട്ടോ. അപ്പോൾ മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. കുട്ടികൾക്കായാലും എരിവ് അധികം ഇല്ലാത്ത കാരണം കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ പിള്ളേർ വരുന്ന സമയപ്പോൾ മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിള്ളേർ കുറച്ചൊക്കെ കഴിച്ചു. അപ്പം ഇതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയ മന്തി. ഇത് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, മന്തി മസാല കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് അതിലേക്ക് പാകത്തിന് 2 ഗ്ലാസ് സാധാരണ ബിരിയാണി റൈസ് ആയിട്ട് എടുത്തത്. അത് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കഴുകി നന്നായിട്ട് എടുത്ത്, ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് ഞാനിത് പ്രഷർ കുക്കറിലാണ് ഇതുണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ തവ പോലെ വലിയ തവ ഉണ്ടാവില്ല, അതിലുണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആദ്യം 1 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഇട്ട് ഉള്ളി സവാളയും ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഒരു 1 മിനിറ്റ് വരെ സോട്ട് ചെയ്ത്, എന്നിട്ട് കഴുകി വെച്ച ചിക്കൻ പീസ് ഇതിലേക്കിട്ട് മന്തി മസാല 2 സ്പൂൺ ഇട്ടിട്ട് 2 സ്പൂൺ ഇട്ട് ഇളക്കിയിട്ട് 2 മിനിറ്റ് കുക്കർ വെയിറ്റ് മാറ്റിയിട്ട് അതിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഒന്ന് എടുത്തിട്ട് കുറച്ച് ഞാനൊരു 3 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അല്ലെങ്കിൽ ടൊമാറ്റോ നമുക്ക് ചാറ് പോലെ ഉണ്ടാക്കിയിട്ട് അതിടാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. അതിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും കൂടി കുക്ക് ചെയ്തിട്ടാം. അത് ഇനി അതായത് വെയിറ്റ് കുക്കറിൻ്റെ എടുത്തിട്ട് ലിഡ് വെച്ച് കുക്കർ മൂടി വെച്ച് 2 മിനിറ്റിന് ശേഷം റൈസ് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് റൈസാണ് എടുത്തത്, അപ്പം 4 ഗ്ലാസ് വെള്ളം ചേർത്ത്. എന്നിട്ട് ഞാൻ കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ വെച്ച്. അതിന് ശേഷം ഇത് ഞാൻ ഒരു 3 വിസിൽ കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് സിനമൺസ് ഇടണം, സ്പൈസസ് ഇടണം. സിനമൺസ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടായിരുന്നു. പിന്നെ എല്ലാ സ്പൈസസും, അതായത് ഞാനിവിടെ ഇട്ടത് ഏലക്കായ, കുരുമുളക്, പിന്നെ കറുകപ്പട്ട, പിന്നെ പൂ പോലത്തത്, പിന്നെ ഞങ്ങൾക്കിവിടെ സർവ്വസുഗന്ധിയുടെ ഇലയുണ്ട്, അപ്പോൾ അത് ഇട്ട് അത് ഇട്ടിട്ട് അത് എണ്ണ ആദ്യം ഒഴിച്ചപ്പോൾ തന്നെ അതിട്ട് വഴറ്റിയായിരുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ. അതിന് ശേഷം പിന്നെ ഞാൻ ഇത് പാകമായി കഴിഞ്ഞിട്ട് അണ്ടിപ്പരിയും കിസ്മിസും വഴറ്റിയെടുത്ത് അത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേപ്പിലയും കൂടി അതിലിട്ട് വഴറ്റിയിട്ട് അതും കൂടി ചേർത്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ കുക്കർ 10 മിനിറ്റ് തുറന്ന് വെക്കാട്ടോ. എന്നിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് രസകരമായ സ്വാദിഷ്ടമായ മന്തി ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഒരു നാരങ്ങ ഇട്ടായിരുന്നേ, ഉണക്ക നാരങ്ങ ഇടേണ്ടത്, എനിക്ക് പച്ചനാരങ്ങ അവൈലബിൾ ആയതുകൊണ്ട് പച്ചനാരങ്ങ ഇട്ട്. അപ്പം അങ്ങനെ നമുക്ക് നല്ല രുചികരമായ മന്തി ഇസ് റെഡി. ഇത് നമുക്ക് മയോണൈസും പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കിയായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ഡയറ്റിങ്ങാണ്, അപ്പം ഞാൻ എന്തായാലും ഒരിത്തിരി കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് മന്തി റൈസ് ഉണ്ടാക്കുക കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊരു അരമണിക്കൂറത്തെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം ബൈ ബൈ എവറിബഡി.